പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു നൈറ്റിയെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ ഫ്രോക്ക് നൈറ്റിയാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ്. അതിനായിട്ട് നൈറ്റി ഇതുപോലെ രണ്ടായി മടക്കിയിട്ട ശേഷം ഒരു 40 ഇഞ്ച് നീളം ഞാനിതിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോരോ ലെങ്തിനനുസരിച്ച് അടയാളപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. ഓപ്പോസിറ്റ് സൈഡും 40 ഇഞ്ച് നീളം അടയാളപ്പെടുത്തി ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വശത്ത് ഇതുപോലെ ഒരു 1.5-2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അടയാളപ്പെടുത്തിയ ഈ ഭാഗങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നൈറ്റിയുടെ അടിഭാഗം മുറിച്ച് മാറ്റിയ ബാക്കി തുണിയിൽ നിന്ന് ഞാൻ ഒരു 5 ഇഞ്ച് നീളത്തിൽ, ഇപ്പം 2 പീസിനുള്ള 10 ഇഞ്ച് നീളമാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ രണ്ടായിട്ട് ഭാഗിച്ച് 5 ഇഞ്ച് നീളമുള്ള 2 പീസാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നൈറ്റിയുടെ ഈ തുടിഞ്ഞു കിടക്കുന്ന ഈ ഭാഗം ഇവിടെ ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഷേപ്പ് ചെയ്ത് കൊടുത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം 5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്ത 2 തുണികളുണ്ടായിരുന്നല്ലോ, അത് തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഫ്രില്ലിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഫ്രില്ലിടുന്നൊരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒരേ അളവിലൊരുപോലെ ഫ്രില്ല് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ബാലൻസ് വന്നിരുന്ന ബാക്കി 2 തുണിയും ഞാൻ ഇതുപോലെ 2 വള്ളി അടിച്ചെടുക്കുകയാണ്. അതിനുശേഷം കൈക്ക് അല്പം ലൂസ് ഉള്ളതുകൊണ്ട് ഞാനിതുപോലെ ഒരു എലാസ്റ്റിക് ഇതുപോലെ വെച്ച് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 കൈയും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നൈറ്റിയുടെ സൈഡ് ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ്. ഒരു 16 ഇഞ്ച് താഴെയായിട്ട് ഇതിൻ്റെ വള്ളിയും ഇതുപോലെ വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ 2 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഒരല്പം ഓപ്പൺ ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടെ ഇതുപോലെ ഫ്രില്ല് വച്ച് കൊടുത്ത് തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.